കുംഭമേളയിൽ ചവിട്ടിയരക്കപ്പെട്ട് മരണപ്പെട്ടവർ എത്രയെന്നറിയില്ല. അസമിൽ ക്യാമ്പുകളിൽ കുറെ മനുഷ്യരെ പാർപ്പിച്ചിരിക്കുന്നു. അവരൊന്നും ഇന്ത്യക്കാരല്ല എന്നാണ് മറുപടി. ഇങ്ങനെ BJP ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഇനി ജനാധിപത്യത്തിന്റെ തീച്ചൂളയിലൂടെ വലിച്ചിഴച്ച് അവരെ പുറത്താക്കാമെന്ന് കരുതിയാൽ അവിടെ രാഹുൽ പറയും പോലെ വലിയ അട്ടിമറിയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനത്തിൽ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം ഒന്നടങ്കം ചോദിച്ചു, എന്താണ് മഹാകുംഭമേളയിൽ നടന്നത് എന്ന്. പക്ഷെ ഉത്തരം പറയാൻ മോദി തയ്യാറായിട്ടില്ല. മറുപടി പ്രസംഗത്തിൽ ഗാന്ധി കുടുംബത്തിന് നേർക്ക് എന്തെങ്കിലും രണ്ടെണ്ണം പറയുകയല്ലാതെ 70 ലക്ഷം വോട്ടിൽ അട്ടിമറി നടന്നതിനൊന്നും ഒരു മോദിയും ഒരു കണക്കുമില്ല. എന്തിനാ മഹാകുംഭമേളയിൽ മരിച്ച മനുഷ്യർക്ക് ഒരു അനുശോചനം പോലും അറിയിക്കാതെയാണ് മോദി ഇന്ന് മഹാസ്നാനത്തിനിറങ്ങി പുറപ്പെട്ട് ത്രിവേണി സംഗമത്തിൽ മുങ്ങാങ്കുഴിയിട്ട് നിവർന്നത്. അപ്പോഴും മരിച്ച മനുഷ്യരും ഗംഗയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്നും കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി നേതാവ് അഖിലേഷ് യാദവ് ചോദിച്ചു, എത്ര പേരെയാണ് അവിടെ ഇല്ലാതായതെന്നറിയുമോ എന്ന്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് പക്ഷേ ഹേമാ മാലിനി എന്ന BJP നേതാവാണ്. അവർ പറയുന്നു, അവിടെ ഒരു കുഴപ്പമില്ല, വെറുതെ പെരുപ്പിച്ചു പറയാണ്, തനിക്ക് നന്നായിട്ട് കുളിക്കാൻ പറ്റി എന്നതാണ് മറുപടി. BJP നേതാവാണ് ഹേമാ മാലിനി എന്ന് ഓർക്കണം. 30 പേര് മരിച്ച സംഭവത്തെയാണ് ഒന്നുമല്ല എന്ന് പറഞ്ഞവർ നിസാരവൽക്കരിച്ചത്. ഹേമാ മാലിനി VIP ആയതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായും വേണ്ട പരിഗണന കിട്ടി. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. VIP-കൾക്ക് സുരക്ഷ ഒരുക്കി കൊടുക്കുന്നതിനിടയിൽ സാധാരണക്കാരായ മനുഷ്യർ ചവിട്ടി അരക്കപ്പെട്ടു. അതിന് കയ്യും കണക്കുമില്ല, ചോദിച്ചാൽ മറുപടിയുമില്ല. ഇതൊരു കാര്യം. അതേസമയം വിദേശികളാണ് എന്ന് പറഞ്ഞ് നാട് കടത്തിയ കുറെ പേരുണ്ട്. അവർ ആരൊക്കെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. BJP-യുടെ അസമിലെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറ്റക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന നിൽപ്പിൽ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തള്ളുന്നത്. എന്തായാലും അതിന്റെ കണക്ക് എവിടെയെന്ന് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. അസമിൽ വിദേശികളെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുമായി ബന്ധപ്പെട്ട ഹർജി കേൾക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് അഭയ് SOK, ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. വ്യക്തികൾ ഏത് രാജ്യക്കാരാണെന്ന് അറിഞ്ഞിട്ടും അവർ രാജ്യത്ത് അനിശ്ചിതമായി തുടർന്നിട്ടും പറഞ്ഞു വിടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എന്തുകൊണ്ട് അസം സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ച് കോടതി ശക്തമായ വിമർശനമാണിപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മക്കെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.